വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BPT കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. BPT അഥവാ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും BPT കോഴ്സ് എന്താണ്, എങ്ങനെ അഡ്മിഷൻ എടുക്കണം, അതിന്റെ ജോബ് സ്കോപ്പ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് ഈ കോഴ്സ്, അതോടൊപ്പം ഈ കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് ഈ കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. എത്ര ലോങ് വീഡിയോ ആയി പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കോഴ്സിന്റെ കാര്യം പറയുന്ന സമയത്ത്. കാരണം നിങ്ങൾ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ആഫ്റ്റർ +2 നിങ്ങൾ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ഏത് കോഴ്സാണ് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ്ങിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി കോഴ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് BPT എന്താണെന്ന് നോക്കാം. BPT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. എന്താണ് BPT കോഴ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ശരീരത്തിലെ ചലനശേഷി നഷ്ടപ്പെടുന്നവരെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരെയും വ്യായാമങ്ങൾ, മാനുവൽ തെറാപ്പി, മറ്റ് ചികിത്സാ രീതികൾ എന്നിവയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫിസിയോതെറാപ്പി. ഇതൊരു 4 വർഷവും 6 മാസവും ദൈർഘ്യമുള്ള ബിരുദ കോഴ്സാണ്. അതായത് 6 മാസം നിർബന്ധിതമായി നിങ്ങൾ 4 വർഷത്തെ പഠനത്തിന് ശേഷം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. ഇതിന്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 2025 ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസ് ആയിരിക്കണം. സയൻസിൽ നമുക്ക് 50% കൂടുതൽ മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 17 വയസ്സിന് മുകളിലായിരിക്കണം. 25 വയസ്സ് വരെയാണ് ഇതിന്റെ അവസാന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ദെൻ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഭൂരിഭാഗം BPT കോളേജുകളിലും 10+2 പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് പ്രവേശനം നൽകുന്നത്. ചില സ്ഥാപനങ്ങളിലും സർവകലാശാലയിലും ഒക്കെ പ്രവേശന പരീക്ഷകൾ, അതായത് എൻട്രൻസ് എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. ഇതിന് അഡ്മിഷൻ എടുക്കാൻ നമുക്ക് നീറ്റിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ LBS പാരാമെഡിക്കൽ കോഴ്സസും നഴ്സിംഗ് കോഴ്സസും ഒക്കെ രജിസ്റ്റർ ചെയ്യില്ല, അതുപോലെ തന്നെ ഈ കോഴ്സ് നമുക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ LBS വഴി വിളിക്കുന്നതായിരിക്കും മെറിറ്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മെറിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് വേണ്ടെന്ന് പറയുന്നത് കൂടുതലും നല്ല ശതമാനം മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും മെറിറ്റിൽ കിട്ടുന്നത്. അതായത് 95% മുകളിലുള്ള കുട്ടികൾക്ക്. പിന്നെ നോർമലി നമ്മുടെ LBS ഓരോ അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റ് വരുന്നത് വരെ നമുക്ക് മെറിറ്റിൽ ഇത്രയും മാർക്കുള്ള കുട്ടികൾ, 95% മുകളിൽ മാർക്കുള്ള കുട്ടികൾ മാത്രമേ മെറിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവൂ. കാരണം അത്രയും ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ നമുക്ക് ഗവൺമെന്റിൽ സീറ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ, ഈ കോഴ്സ് എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ കോഴ്സിന്റെ സ്ട്രക്ചറും സിലബസും ഒക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 വർഷത്തെ കോഴ്സാണ്, 6 മാസം ഇന്റേൺഷിപ്പും ഇതിനുണ്ട് എന്നുള്ളത്. കുഹാസ് ആണ് കേരളത്തിലെ ഫിസിയോതെറാപ്പി കോഴ്സുകളുടെ സിലബസ് നിയന്ത്രിക്കുന്നത് കേട്ടോ. നമുക്കിനി ഈ 4 വർഷവും ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാൻ വരുന്നത് എന്നുള്ളത് നോക്കാം. 1ാം വർഷം അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ബയോമെക്കാനിക്സ്, സൈക്കോളജി, സോഷ്യോളജി, ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക. 2ാം വർഷം മൈക്രോബയോളജി, പാത്തോളജി, ഫാർമക്കോളജി, എക്സസൈസ് തെറാപ്പി, ഇലക്ട്രോ തെറാപ്പി ഇവയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി 3ാം വർഷം ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് ഫിസിയോതെറാപ്പി, കമ്മ്യൂണിറ്റി മെഡിസിൻ ഇവയൊക്കെയാണ്. 4ാം വർഷം ന്യൂറോളജി, കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, ഗാരിയാട്രിക് ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ സയൻസ്. ഈ രീതിയിലാണ് സിലബസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ആയിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ മാത്രമായിരിക്കും കയറി നിൽക്കാൻ സാധിക്കുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് സ്വന്തമായിട്ട് ഇടാം, റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ MBBS എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഹൗസ് സർജൻസി കഴിഞ്ഞ് ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്ത് പോകും. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. അതായത് എല്ലാവരും MBBS പഠിച്ചവരാണെങ്കിൽ പോലും
ചില ആൾക്കാർ എന്താണ് ഗൈനക്കിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരായിരിക്കും, ചില ആൾക്കാർ ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരായിരിക്കും, ചില ആൾക്കാർ ഗ്യാസ്ട്രോ, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഡോക്ടേഴ്സിന് വരുന്നത് പോലെ തന്നെ ഫിസിയോതെറാപ്പിക്കും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു 4 വർഷത്തെ ഈ കോഴ്സും പഠിച്ചു കഴിഞ്ഞ് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്ത ഉടനെ ജോബ് കയറുന്നതിന് പകരം നിങ്ങൾ സ്പെഷ്യലൈസേഷനും കൂടെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് പീഡിയാട്രിക്സിനായിട്ടുള്ള ഫിസിയോതെറാപ്പി സെക്ഷൻസ് വേറെ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പൊ അതുപോലെയുള്ള രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻസ് എടുക്കുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും. അതായത് ഓൾഡ് ഏജ് മാത്രം നോക്കുന്നവരുണ്ട്, സ്പോർട്സ് ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫിസിയോതെറാപ്പി സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ ഫിസിയോതെറാപ്പിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷനിൽ കൂടെ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് സ്പെഷ്യലൈസേഷൻസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഫീസ് സ്ട്രക്ചർ നോക്കാം. ഫീസ് സ്ട്രക്ചർ നോർമലി എല്ലാ കോഴ്സസിനെ പോലെ തന്നെ സർക്കാർ ഫീസ് സ്ട്രക്ചറും പ്രൈവറ്റ് കോളേജസിലും തമ്മിലുള്ളത് വ്യത്യാസമുണ്ട്. സർക്കാർ കോളേജുകളിൽ താരതമ്യേന കുറഞ്ഞ ഫീസ് ആയിരിക്കും. പ്രതിവർഷം ഏകദേശം ഒരു 10,000 rupees to 7 lakh rupees വരെ ആകാറുണ്ട്. പ്രൈവറ്റ് കോളേജസിലാണെങ്കിൽ ഒരു വർഷത്തേക്ക് 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള രീതിയിൽ ആണ് സാധാരണ ഫീസ് വരുന്നത്. മൊത്തം കോഴ്സ് ഫീസ് 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ആകാം. ഇത് ഓരോന്നും കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ എല്ലാത്തിനും കൂടുതലാണ്. വർഷം 1 lakh 2 lakh ആ രീതിയിലൊക്കെയാണ് ഫീസ് സ്ട്രക്ചർ പോകുന്നത്. അത് നമ്മൾ എടുക്കുന്ന കോളേജ് അനുസരിച്ചിരിക്കും, നമ്മുടെ മാർക്ക് ബേസ് ചെയ്തിരിക്കും, നമുക്ക് കിട്ടുന്ന സീറ്റ് അനുസരിച്ചിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കേരളത്തിൽ സ്വാശ്രയ മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ പ്രതിവർഷം ട്യൂഷൻ ഫീസായിട്ട് 59,000 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 18,000 രൂപയുമായിട്ട് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്കോപ്പ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതായത് ജോലി സാധ്യതകൾ. ഫിസിയോതെറാപ്പി മേഖലയിൽ സ്വദേശത്തും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളാണുള്ളത്. ആരോഗ്യ രംഗത്തെ വളർച്ചയോടുകൂടി ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ജോലി മേഖലകൾ വരുന്നത് ആശുപത്രിയിൽ, അതായത് സർക്കാർ ആശുപത്രിയിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിൽക്കാം, പ്രൈവറ്റ് പ്രാക്ടീസ് ആയിട്ട് സ്വന്തമായി ക്ലിനിക് ഇടാം, അതോടൊപ്പം തന്നെ ഓൾഡ് ഏജ് ഹോംസിൽ നിൽക്കാം. ആ രീതിയിലെല്ലാം നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കും. ഇനി ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മുടെ ഡെസിഗ്നേഷൻ വരുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ സീനിയോറിറ്റി കൂടുന്നതനുസരിച്ച് സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആകും, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആകാം, സ്പോർട്സ് ആൻഡ് ഫിസിയോ റീഹാബിലിറ്റേറ്റർ ആകാം, റിസർച്ചർ ആവാം, ലെക്ചറർ ആവാം, ഹോം കെയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം, തെറാപ്പി മാനേജർ ആവാം. അങ്ങനെ ഒരുപാട് മേഖലകൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാലറി എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് കേരളത്തിൽ ഒരു ശരാശരി 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വാർഷിക ശമ്പളം പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വന്തമായി ക്ലിനിക് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന്റെ കൗണ്ട് അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു പേഷ്യന്റിന് അവർ 500 rupees വെച്ച് വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ 1 day ഒരു 10 പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഈ ജോബിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമുക്ക് കേരളത്തിലെ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BCF കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി വൈക്കം, JDT ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി കോഴിക്കോട്, സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്, ദെൻ മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് അഞ്ചരക്കണ്ടി, ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കണ്ണൂർ, ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ, SME കോട്ടയം, AWH സ്പെഷ്യൽ കോളേജ് കോഴിക്കോട്, EMS കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പെരിന്തൽമണ്ണ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ കോളേജിലും അതിൻ്റെതായ പ്രവേശന നടപടികളും ഫീസ് ഘടനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള രീതിയിൽ കോളേജസ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനിയുള്ള ഡൗട്ട് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ പുറത്തു പോകാമോ എന്നുള്ളതാണ്. പുറത്തു പോയി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അംഗീകാരമുണ്ടോ എന്നതാണ്. ഇപ്പൊ ഈ ഫിസിയോതെറാപ്പി ഒക്കെ നമ്മൾ പല ഏജന്റ് വഴിയും ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ അയക്കുന്നുണ്ട്.
അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളിപ്പോൾ ഒരു ബാംഗ്ലൂരിലാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് ഒരു ഏജന്റ് വഴി സെറ്റ് ആയത് എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേറ്റീവ്സിന് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോളേജ് ഉണ്ടോ, ആ ഒരു കോളേജ് നല്ല കോളേജാണോ, ഫിസിയോതെറാപ്പി അവർക്കുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആ കോളേജിൽ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ദിവസം പോയി ഒന്ന് അന്വേഷിക്കുക തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. നിങ്ങൾ 4.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിന് വാല്യൂ ഇല്ല എന്നത് അറിയുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഒന്ന് പാടുപെട്ടിട്ടാണെങ്കിലും ജസ്റ്റ് ആ കോളേജ് ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ നോക്കാം. പലരും ഏജൻസി വഴി പോകുന്നവരുണ്ട്. എല്ലാ ഏജൻസിക്കാരും പ്രശ്നക്കാരാണ് എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ഏജന്റ് വഴി പോകുമ്പോൾ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി അന്വേഷിക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പൊ ആ കാര്യം മറന്നു പോകാതിരിക്കുക. അപ്പൊ ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം ഇനി ഏത് കോഴ്സിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണ്ടത് എന്നതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.